ഹായ് SL ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് കാണുന്ന പയ്യന്മാരോടാണ്. നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം പറയാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ അവളെ ഇഷ്ടമാണെന്ന് പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് അറിയാൻ പറ്റുക? അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവരുടെ അപ്പിയറൻസിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് നോക്കുക. ചിലപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല, ഇപ്പോൾ അവരുടെ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈലോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലോ ഒക്കെ മാറ്റങ്ങൾ വരുത്തുകയും നിങ്ങളുടെ അടുത്തേക്ക് വരികയും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യും. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ മാറ്റങ്ങളിലൂടെ നിങ്ങൾ അവരെ സ്നേഹിക്കണം, അവരിലേക്ക് അട്രാക്റ്റഡ് ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ടാവും, ഇതെങ്ങനെയുണ്ട്, ഞാൻ ഈ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്, എൻ്റെ ഹെയർ കട്ട് ചെയ്തു രസമുണ്ടോ, എൻ്റെ ഡ്രസ്സ് രസമുണ്ടോ, എനിക്ക് മാച്ച് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങളുടെ അഭിപ്രായം അറിയണം. നിങ്ങൾ ഒന്ന് നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കണം. അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ സൈനായിട്ട് നമുക്കിത് എടുക്കാം. അതായത് അവരുടെ അപ്പിയറൻസിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങൾ സംസാരിക്കാറുണ്ട്, ഡെയിലി വിളിക്കാറുണ്ട്, കാണാറുണ്ട്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അത് മറ്റൊന്നും കൊണ്ടല്ല. അതായത് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡെയിലി വിളിക്കുന്ന ആളുകളാണ്. ഇപ്പം ആ പെൺകുട്ടിയാണ് നിങ്ങളെ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഡെയിലി ആളാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ആൾ വിളിക്കുന്നുണ്ടായിരിക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ട് വിളിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് വിളിക്കട്ടെ, നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ അവരെ മിസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ആ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ടാവുക. മെസ്സേജ് അയക്കാതിരിക്കുന്നതും വിളിക്കാതിരിക്കുന്നതൊക്കെ ആ ഒരു കാരണം കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും സംസാരിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്, അതായത് മെസ്സേജ് അയക്കാതിരിക്കുന്നതോ വിളിക്കാതിരിക്കുന്നതോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള നല്ല മൊമെന്റ്സ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കുന്നതും എവിടെയെങ്കിലും പോകുന്നതോ ഇങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. മറ്റാരും ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള കുറച്ച് സമയം. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടെ ഇടയിലേക്ക് മറ്റൊരാൾ വരരുത്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് ആരോടായിരിക്കും? നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ പ്രണയിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് വിചാരിക്കുക, ഒരുമിച്ച് സംസാരിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം കൂടുകയും ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ കൂടെ ആണെങ്കിൽ, പ്രണയിക്കുന്ന ആ ഒരാളുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും. അത് സ്വാഭാവികമാണ്, എല്ലാവരിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും അതിനെ സംഭവിക്കുക. ഒറ്റയ്ക്കുള്ള മൊമെന്റ്സ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ നിങ്ങളോട് എന്തോ ഒരു പ്രണയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ തന്നെ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളെ കാണാൻ വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ അതിനുവേണ്ടി അവർ തന്നെ എഫേർട്ട് എടുക്കുക, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കുക. ഇനി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് പോയി സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ചായ കുടിച്ചിട്ട് വരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനുമായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കും, അതിലൊരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ കാണുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങൾ അവളോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് ആൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. സോ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെന്ന് അവർ പ്രപ്പോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. സോ ഇത് പ്രണയിച്ച ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്ന, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്